ഗൈസ്, എല്ലാവർക്കും മാഷ്മെല്ലോ R6_1 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ ഇന്ന് നമ്മുടെ ഫസ്റ്റത്തെ ഗെയിമിംഗ് വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് പ്രിസൺ എസ്കേപ്പ് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. അപ്പോൾ ഗൈസ്, ഈ ഗെയിമാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഗെയിമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ഇവിടെ ഒരു പെട്ടിയൊക്കെ തുറക്കാനുണ്ട്. ഞാൻ അവിടെ ഒരു ഓനാനെടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്യാബിനറ്റ് അത് ഞാൻ വെച്ച്, പിന്നെ ലാസ്റ്റത്തെ പെട്ടിയാണ് അത് ഞാൻ തുറക്ക്. അതൊരു മാട്രസ്സാണ് ഗൈസ്. അതും ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ആ മാട്രസ് എടുത്ത് മാറ്റാനൊക്കെ പറയുന്നുണ്ട്. അതിനു മുമ്പ് എല്ലാവരും നല്ല ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം അതെടുത്ത് മാറ്റിയപ്പോൾ ക്യാബിനറ്റ് തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഒരു പ്ലേറ്റ്. എന്താ ഇപ്പം ആൾക്കാർ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അല്ല ഗൈസ്, ഇത് കുടിക്കാനാണ്. ഇവിടെ കുടിച്ച് നമ്മൾ രക്ഷപ്പെടണം. പിന്നെ അവിടെ ഒരു കയറ് കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാവാത്ത. കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. എന്തൊക്കെയാണെന്ന് മനസ്സിലാവണില്ല. കുറേ ഇത് കാണിച്ചായിരുന്നു, ഞാൻ മറന്നുപോയി. ഇതെന്താ ഗൈസ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്താ കീ എടുത്ത് മാറ്റുക, എന്താ ആരുള്ളതൊക്കെ പൊക്കത്തേക്ക് ആക്കാം, അപ്പം ലോക്കിലേക്ക് ആവും. എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്, ഒന്നും മനസ്സിലായില്ല. അതിപ്പോൾ ചെയ്യാൻ പറഞ്ഞേക്കണ്. ഗൈസ്, ഞാൻ മാറ്റി ചെയ്ത്. ഗൈസ്, ഇത് ചെസ്റ്റ് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. ഇവരല്ലേ മനസ്സിലായ? അതിൽ നിന്നൊരു ടീ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അതെന്ത് പൈപ്പാണെന്ന് എനിക്കറിയില്ല ഗൈസ്. വീണ്ടും ഞാൻ എൻ്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കണേന്ന് ഗൈസ്. ഇങ്ങനെ പോകണമെങ്കിൽ നമ്മൾ ഈ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് 10-30 വർഷമാവും ഇങ്ങനെ തോണ്ടണമെങ്കിൽ. ഗൈസ്, നമ്മുടെ ഇൻവെൻട്രി ഫുള്ളായി. അപ്പം ഈ ടേബിളിൽ കൊണ്ടുപോയി വെക്കണമെന്നാണ് പറഞ്ഞേക്കണം. അപ്പം ഞാൻ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബിനറ്റിൽ കൊണ്ടുപോയി ഈ പ്ലേറ്റ് കൊണ്ട് വെക്കാനാണ് പറഞ്ഞേക്കണം. അതും ഞാൻ വെച്ച് ഗൈസ്. ഇനി മണ്ണ് കൊണ്ടുപോയി പുഴയിലേക്ക് ഇടണം. അതെന്തിന് പുഴയിലേക്ക് ഇടണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ നമ്മുടെ പോയിസ് കാണാണ്ടിരിക്കാനേ ആയിരിക്കും. അപ്പം അത് ഞാൻ പുഴയിൽ കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കയറെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്നാലും മാട്രസ് വെച്ചിട്ടുണ്ട്. ആ ബെല്ലും അടിച്ചിട്ടുണ്ട് ഗൈസ്. ബെല്ലടിക്കുമ്പോൾ നമ്മുടെ ഗാർഡ് പെട്ടെന്ന് വരും. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഗാർഡിൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ വെക്കാം. അവർ പറയണത് 52 മാക്സിമം. ഞാൻ മാക്സിമം തന്നെ ഇട്ട് വെക്കും. അപ്പോൾ 3 രൂപയും കിട്ടും. പിന്നെ എന്തോ ഒരു ഫുഡ് ഐറ്റം കിട്ടും. അതാണ് ഈ ജയിലിലേക്ക് വിൽക്കേണ്ട പൈസ എന്ന് തോന്നണം. അപ്പോൾ ഗൈസ്, ഗാർഡ് 40 സെക്കൻഡ്സിനുള്ളിൽ വരും. അപ്പം നമുക്ക് ഈ തിന്നണ സാധനം കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. അപ്പോൾ അത് കൊടുത്തിട്ട് അതെന്തോ എന്തൊരു സാധനമാണ്, തിന്നണതല്ല. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് അതിനിപ്പോൾ തൽക്കാലത്തേക്ക് പേപ്പറെന്ന് വിളിക്കാം. പക്ഷേ ഈ ഡോറ് നമുക്ക് തുറക്കാനും പറ്റണില്ല. വെയർ ഹൗസാണെന്ന് പറയണം. ഈ പാൻ വാങ്ങിക്കണം ഗൈസ്. അതിനു മുമ്പ് നമുക്കാണെങ്കിൽ അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ഈ ഡമ്പൽ എന്താ ചെയ്യണം ഗൈസ്? ഈ ഡമ്പൽ നമ്മുടെ 5 എനർജി വെച്ച് കൂട്ടും. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം തന്നെ പോയി വേഗം പാൻ വാങ്ങിക്കാം ഗൈസ്. ഞാൻ ഈ പാൻ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ പാൻ എന്ത് 40-50 പൊന്നോ. പോലീസ് വേഗം കയറാം, അല്ലെങ്കിൽ പോലീസുകാരെ എടുത്തിട്ട് അലക്കി എന്നെ കൊല്ലും. അപ്പോൾ പ്ലേറ്റൊക്കെ എടുക്കാം നമുക്ക്. പ്ലേറ്റ് അല്ലല്ലോ ഈ പ്രാവശ്യം, പാനല്ലേ. മാട്രസ് അങ്ങോട്ട് മാറ്റിയേക്കാം ഗൈസ്. മാട്രസ് ആയിട്ട് നമ്മുടെ കുഴി തോണ്ടൽ പരിപാടി നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് ഗൈസ്. പാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി കുഴി തോണ്ടൽ പരിപാടി ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഴി കോണ്ടി നമ്മളിനി എവിടം വരെ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവിടെയായിട്ടൊരു കൺസോൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുളിച്ച് എവിടം വരെ എന്തോ ഗൈസ്. ഇവിടെ കുറേ മണ്ണ് വന്നിട്ടുണ്ട്. നമുക്ക് ഗൈസ് കുഴിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ കുഴിച്ച് പുതിയ കുറേ മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് പിന്നെ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ കുഴിക്കാൻ പറ്റില്ല, അടുത്തന്നെ കുഴിക്കണം. പിന്നെ അപ്പുറത്തായിട്ട് ജയിലിൻ്റെ അവിടെയായിട്ട് നമുക്കൊരു ഷൂ ഉണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് പോയി നോക്കണമായിരുന്നു. ഇതെന്തായാലും ഗൈസ്, ഈ കോമ്പസൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഈ ഗെയിം കൺസോൾ എടുക്കാം. ഗെയിം കൺസോൾ എടുത്ത് ഗൈസ്. പിന്നെ എന്താ സിപ്പോ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ എനർജി കയറുന്നു. പിന്നെ റാസോർ എന്ന് പറഞ്ഞൊരു സാധനവും കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാം നമ്മൾ ഇവിടെ കൊണ്ടാക്കാം.
ഇനി ഇതാ ക്യാബിനറ്റിൽ കൊണ്ടുപോയി പാൻ വെച്ചു. ആ മാട്രസ് വെക്കണം. അല്ല, മാട്രസ് വെക്കാം ആദ്യം. എന്നിട്ട് ഇത് ഈ മണ്ണ് കൊണ്ടേ കളയണം. എന്നാലും കയറെന്തിനാണെന്ന് ഞാൻ ആലോചിക്കണം. അത് കൊണ്ടേ കളയുന്നു. ഗൈസ് അങ്ങനെ ആ മണ്ണും കളഞ്ഞ്. ഇനി പോലീസുകാരൻ വന്നിന് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം, ബെല്ലടിക്കണം. ഞാൻ ബെല്ലടിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൊണ്ടുപോയി പോലീസുകാരനെ വെക്കാം. എന്നാലും എനിക്കറിയാത്ത ഇതാ, ഈ പോലീസുകാരനെ മനസ്സിലാവൂലേ നമുക്ക് അങ്ങനെ ഇതൊക്കെ കിട്ടുന്നതെന്ന്. ഈ പോലീസുകാരൻ മണ്ടരാണെന്ന് തോന്നണം. നമുക്ക് 32 കിട്ടും, 27 വിൽക്കാൻ പോണേ. കിട്ടി ഗൈസ്, പൊളി. നമുക്ക് ആദ്യം എനർജി തന്നെ വാങ്ങിക്കാം. എനർജി കിട്ടിയാൽ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് എന്തോ ഷവ്വൂലാണ് ഗൈസ്. അത് ഈ വീഡിയോൻ്റെ അവസാനം നമുക്ക് വാങ്ങിക്കാം ഗൈസ്. പൈസ ഇല്ല ഇപ്പം തലക്കാലത്തേക്ക്, അതാണ് വാങ്ങിക്കാമെന്ന് പറഞ്ഞത്. അതിന് 80 സംതിങ് ആണ്. ഇവിടെയായിട്ടിത് ഡമ്പലുണ്ട്, അതെനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷെ 50 ഗൈസ്, എൻ്റെ 46 ഉണ്ട്. പിന്നെ അവിടെ ആയിട്ട് ബാഗുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ഷൂ, അതിന് 100 ഗൈസ്. എന്താ ക്ലൈമ്പിൻ്റെ സ്പീഡ് കൂടുമെന്ന്. അതെന്തിനാണ്? എനിക്ക് തോന്നുന്നു റോപ്പ് നമ്മൾ കുഴിച്ച് പോകുമ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ ആ റോപ്പ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നണം. അപ്പോഴല്ലേ മനസ്സിലായേ. അപ്പോൾ ക്ലൈംബ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് പോകും, അതാണ് കാര്യം. അപ്പോൾ ഗൈസ് നമ്മളോട് ഒരു ബെറ്റർ ഷവല് ട്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വീഡിയോൻ്റെ അവസാനം നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ കുഴി തോണ്ടൽ പരിപാടി വീണ്ടും തുടങ്ങുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ പാൻ എടുക്കൂ, കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. വീണ്ടും കുഴി തോണ്ടൽ പരിപാടി. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേറെയുള്ള ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ മാത്രം മതി. നമ്മൾ ആ വീഡിയോ തന്നെ ഗെയിം കളിച്ചിരിക്കും ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ലൈവൊക്കെ ഇടാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അപ്പോൾ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യും ഗൈസ് നിങ്ങൾ. അപ്പോൾ ഹാമറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഹാമർ വെച്ചാൽ പോലീസാനെ തലക്കിട്ടറിയാൻ പറ്റി എന്തൊരു സുഖം ഉണ്ടായിരുന്നു. കോമ്പസ് കിട്ടി. 3 ഐറ്റം ആയിട്ടുള്ളൂ നമുക്ക്. ഇവിടെയൊക്കെ അങ്ങോട്ട് ഫുള്ള് ഡിഗ് ചെയ്ത് താഴത്തേക്ക് എത്തണം. പക്ഷെ അതിനൊക്കെ നല്ല എനർജിയും വേണം. എന്തോ കുറേ പുതിയ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ നെക്കി എൻ്റെ കൈ ഒഴി മൗസിൽ. അപ്പോൾ പൈപ്പ് റെഞ്ച് കിട്ടിയിട്ടുണ്ട്. നെക്കി തോണ്ടി അങ്ങനെ അവസാനം പൊടിച്ചു തന്നിട്ടുണ്ട്. എനർജിയും തീർന്നു. ഇനി ആ മാട്രസ് എടുത്ത് വെക്കണം. ആ മണ്ണ് കോഴി കളയണം. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ പറയട്ടെ. എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ പാർട്ട് 2 ഇടാം. കമൻറ്റ് ചെയ്തേക്ക്. ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് അനുസരിച്ചായിരിക്കും ഞാൻ നോക്കാൻ പോകണം. അപ്പോൾ ഗൈസ് ഇവിടെ എന്താ ടോയ്ലറ്റൊക്കെ ഉണ്ട്. നമ്മുടെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റൂലേ. ഞാൻ വിചാരിച്ചത് കണ്ണാടി അടിക്കുമെന്ന്. അത് കണ്ണാടിയൊന്നുമില്ല, ജയിലിൻ്റെ ഫോട്ടോനെ എടുത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നു. അതൊരു ജയിലിന്. എൻ്റെ അപ്പോന് ബുദ്ധിമാന്മാർ തന്നെ. ഇതൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഡിഗ് ചെയ്തെടുത്ത സാധനങ്ങൾ. ഇനി നമുക്ക് പോലീസുകാരനെ വിളിക്കാം. എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പോലീസുകാരൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ പോലീസുകാരൻ സെല്ല് ചെയ്യുക. ഫുൾ പ്രൈസ് ഇടണമെന്നുണ്ട് തോന്നുന്നു, എൻ്റെ മനസ്സ് പറയുന്നത്. എന്നാലും ഫുൾ പ്രൈസിൻ്റെ കുറച്ചിട്ടൊക്കെ ഫുൾ പ്രൈസ് ഇട്ടാം ഗൈസ്. വേണ്ട, ചിലപ്പോൾ അമ്മ വാങ്ങിച്ചില്ലെങ്കിൽ നോക്കാം. കുറച്ച് 25 ഇട്ടിട്ടുണ്ട് ഗൈസ്. അതാണ് സമ്മതിച്ച് ഭാഗ്യത്തിന്. ഇനി നമുക്ക് എനർജി വാങ്ങിക്കണം, അതോ ഷവൂല് വാങ്ങിക്കണം. അതിന് 80 ഗൈസ്. നമുക്ക് ഇപ്പം എനർജി വാങ്ങിക്കാം. 5 ഉള്ളൂ. ഇതൊക്കെ ഈസി. ഡമ്പല് ഉണ്ട്. പിന്നെ ഡമ്പല് നമ്മൾ എനർജി കൂട്ടും. പിന്നെ ബാഗ് ഉണ്ട് ഗൈസ്. നമുക്ക് 5 ഷോട്ട് വെച്ച് കൂടാതെ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഡമ്പൽ എന്തായാലും വേണമെന്നുണ്ട് എനിക്ക്. ഞാൻ വാങ്ങിക്കാം ഗൈസ്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഡമ്പൽ. ഞാൻ വാങ്ങിച്ച് എന്തായാലും എനർജി കുറച്ച് കൂടില്ല, അത് മതി. ഡമ്പൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ബാക്കി പൈസയൊന്നുമില്ല. ആകെ 16 മറ്റ് സാധനങ്ങളേ ഉള്ളൂ. ശരിയാണ് ഗൈസ്, 16. ഇവിടുത്തെ ജയിലിലത്തെ പൈസ അതാണ്. അത് നമുക്ക് ട്രേഡ് ചെയ്യണം പോലീസുകാരനായിട്ട്. ഞാൻ പോലീസുകാരൻ വന്നിട്ട് വേണം നമുക്ക് അടുത്ത കുഴി തോണ്ടാൻ. നല്ല നമുക്ക് സാധനങ്ങൾ കിട്ടുള്ളൂ. സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്താ ഗൈസ്. ഗൈസ് ഇത് ലഞ്ച് ബ്രേക്കാണ് നമുക്ക്. ഏതൊരു കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കീഴിൽ തുറന്നിടക്കാണ്. നമുക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും ഗൈസ്. നമുക്ക് പോവാം ഗൈസ്. ഞാൻ പോകണം.
ഞാൻ അങ്ങനെ ജയിലിൻ്റെ പുറത്തിറങ്ങി ഇല്ല, അപ്പം ജയിലിനുള്ളിൽ തന്നെയാണ്, അത് സെല്ലിൻ്റെ പുറത്തിറങ്ങി. എന്നാലും ഈ സമയം കൊണ്ട് ഗായ്സ് ഇവിടെ പറഞ്ഞേക്കണതില്ലേ, ഒരു ലേഡി വന്നിട്ട് നമ്മൾ തുറന്നു തരും. അപ്പം നമ്മൾ ഇവിടെ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ട സ്ഥലത്തായിട്ട് ഒരു റിച്ച് മാൻ ഉണ്ടാവും. റിച്ച് മാൻ്റെ മിഷൻ പറയണ ജോലിയൊക്കെ ചെയ്താലും നമുക്ക് പൈസ കിട്ടും. ഇപ്പോൾ അവൻ പറയുന്ന മിഷൻ ചെയ്ത് നമുക്ക് $5 കിട്ടും. അപ്പം ഞാനതൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അപ്പം അത് ചെയ്യണോ ഗായ്സ്? അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫസ്റ്റ് ഡേ ആണ്, നമുക്ക് മര്യാദക്ക് എന്നെപ്പോലെ റിച്ച് ആവണമെങ്കിൽ ഞാൻ പറയുന്ന മിഷനൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് പൈസ കിട്ടും, ഞാൻ നിങ്ങൾക്ക് കുറേ പൈസ തരാം. അങ്ങനെ എൻ്റെ കയ്യിൽ മിഷൻസൊക്കെ വാങ്ങിച്ച് നീയും പൈസ കിട്ടി ഇവിടെ റിച്ചറാവുമെന്ന് അവൻ നമ്മളടുത്ത് പറഞ്ഞേക്കണേ ഗൈസ്. അപ്പോൾ അവൻ്റെ ആദ്യത്തെ മിഷൻ എന്തോ എന്തോ കണ്ടുപിടിക്കാൻ, ഒന്നുകൂടി നോക്കട്ടെ. ഹാമർ കണ്ടുപിടിക്കാൻ $5 കിട്ടും ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം, അത് കിട്ടണമെങ്കിൽ തരാം. പിന്നെ ഇവിടെ എന്താ ടമ്പലുണ്ടെന്ന് കയറി ഇരിക്കാൻ പറ്റുമോ? ഗൈസ് നമുക്ക് എക്സസൈസ് ചെയ്യും. എന്താ നമ്മളെന്താ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന, ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ ഗൈസ്. ഇത് ഭയങ്കര കുറവാണിത്, ഇതിപ്പോഴും ഈസി ആയിരിക്കും. ഗൈസ് ഇത് വെച്ച് നമ്മുടെ എനർജി കൂടും. ഞാൻ കുറേ ചെയ്യാൻ പോണേ ഗൈസ്. എന്തായാലും എനർജി കൂടണത് കാര്യമില്ലേ, എന്തായാലും ചെയ്തേക്കാം. എനർജി കൂടണുണ്ട്. വീണ്ടും കുറച്ച് എനർജി ഉണ്ട്. ഓക്കെ സെറ്റ്. പിന്നെ അവിടെ അടുത്തായിട്ട് എന്തോ മൈൻഡ് ചെയ്യാം, അതെന്തോ കല്ല് പൊട്ടിക്കുന്ന എന്തോ പരിപാടിയുണ്ട്, അതും കൂടി ഒന്ന് നോക്കിയിട്ടുണ്ട്. ഗൈസ് ഞാൻ പിക്കാക്സ് എന്തോ ഉണ്ട്, എടുക്കണോ? ചെയ്തേക്കാം, എടുക്കട്ടെ. ഗൈസ് എന്തോ പൊട്ടിക്കാനാ, എന്താ പൊട്ടിക്കാൻ പറ്റില്ലല്ലോ, എന്താ പൊട്ടിക്കാത്ത? പൊട്ടിച്ച് എനിക്ക് തോന്നണ മഞ്ഞ സാധ്യത പ്രസ് ചെയ്യണം ഗൈസ്. അപ്പം ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കണേ കല്ല്. കയ്യിൽ പൊട്ടാറായി. ഗൈസ് കല്ല് പൊട്ടിച്ച് ഇല്ലേ? കല്ല് പൊട്ടിക്കാറായി ഗൈസ്. ഗൈസ് ഞാൻ കല്ല് പൊട്ടിച്ച്, എനിക്ക് 2 എനർജി കിട്ടി വീണ്ടും. പിന്നെ നമ്മുടെ കയ്യിൽ ബാക്കി എനർജിയൊന്നുമില്ല, എനർജി കൂടുകയൊക്കെ ചെയ്ത്, പക്ഷെ നേരത്തെ കിട്ടിയ എനർജി ഫുള്ളും തീർന്നു. പിന്നെ ഇവൻ്റെ അടുത്ത് നമുക്ക് റെസ്ലിങ് ചെയ്യാൻ പറ്റും ഗൈസ്. ഞാൻ നല്ല റെസ്ലിങ് ചെയ്യാൻ പോണേ ഗൈസ്. ഞാനൊരു 12 ഞാൻ വച്ചിട്ടുണ്ട് ഗൈസ്. എനിക്കെല്ലാം മനസ്സിലായി, പറയണതെല്ലാം മനസ്സിലായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഫൺ ചെയ്യാൻ പോകണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും എനിക്ക് പവർ തരും. അപ്പോൾ ഗൈസ് ഞാൻ അപ്പോൾ അവനോട് റെസ്ൽ ചെയ്തുകൊണ്ടിരിക്കണേണ്. എൻ്റെ പൊന്നിനപ്പോൾ തോക്കാറായി. ഞാൻ ടാപ്പ് ചെയ്ത് വീണ്ടും കയറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ മഞ്ഞ സാധനത്തിന് മുട്ടിക്കണം, ഞാൻ മുട്ടിച്ചങ്ങനെ ഇപ്പം ഞാൻ കയറിക്കൊണ്ടിരിക്കണേ ഗൈസ്. എൻ്റെ എനർജിക്ക് 3 ആവാറായി ഗൈസ്. ഞാനിപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കണേ ഗൈസ്. ഞാനിപ്പോൾ അവനെ തോപ്പിക്കും ഗൈസ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. യെസ് ഗൈസ്, ഞാൻ അവനെ തോപ്പിച്ചു. ഗൈസ് ഞാൻ അവനെ തോപ്പിച്ചല്ല. അപ്പോൾ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ്. ഇനി നമുക്ക് ജയിലിലേക്ക് വീണ്ടും പോകണം ഗൈസ്. അപ്പം ഞാൻ സെല്ലിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ അവിടെ എന്തോ ഇരിക്കണ്ടല്ലോ. ഗൈസ് നമുക്ക് രാവിലെ എന്തോ ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളാണെങ്കിൽ അത് കണ്ടിട്ടും കൂടിയില്ല. ഇപ്പം കാണാതല്ലേ. പിന്നെ അത് പോലീസുകാരൻ വരുമ്പോൾ നമുക്ക് സമയം കുറച്ച് കൂട്ടിയിടാൻ പറ്റും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. 30 കൊടുക്കണം, അതാണ് എൻ്റെ ഒരു വിഷമം. 30 അല്ല, 5 കൊടുത്താൽ മതി, $5 കൊടുത്താൽ മതി. അപ്പം നമുക്ക് 30 സെക്കൻഡ്സ് കിട്ടുമെന്നാണ് കൊടുത്തേക്കണം. അപ്പോൾ കുഴപ്പമില്ല, അത് ലാഭം. പിന്നെ വേറെ എന്താ സിപ്പ് കിട്ടിയിട്ടുണ്ട് കുഴിച്ചപ്പോൾ തന്നെ. വേറെ ഒരു ബൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഈ കുഴി തോണ്ടി എന്നെങ്ങാനും നമ്മൾ ഈ ജയിലിൽ നിന്ന് ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു 10 എപ്പിസോഡിലെങ്കിലും മാക്സിമം വരും ഇത് തീർക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും തോണ്ടിക്കൊണ്ടിരിക്കും. വീണ്ടും ഒരു ബൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഈ മണ്ണ് തോണ്ടിയിട്ട് അധികം സാധനമൊന്നും കിട്ടാനില്ല, നമ്മുടെ എനർജി തീരാറ് പോയി. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പം തന്നെ നിർത്തേണ്ടി വരും. ഗൈസ് നമുക്കൊരു റെഞ്ച് കിട്ടി, കുഴപ്പമില്ല. 4 ആവാറായി, പക്ഷെ അതേ സാധനങ്ങളുമില്ല. എൻ്റെ എനർജിയും തീർന്നു ഗൈസ്. ഫ്രഞ്ച് എടുത്തേക്കാം. ഫ്രഞ്ച് എടുത്ത് കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഇൻവെൻട്രി ഫുള്ളായി, എനർജിയും തീർന്നു, എല്ലാം തീർന്നു. ഞാൻ പോലീസ് ടൈമും തീരാറ് ഏകദേശം. പാനൊക്കെ എടുത്ത് വെച്ച് ഗൈസ്. ഇനി മണ്ണ് കൊണ്ടുപോയി കളയണം, മണ്ണ് കൊണ്ടുപോയി ആദ്യം കളഞ്ഞേക്കാം. ഗൈസ് ഞാൻ മണ്ണ് കളഞ്ഞ് ഇനി കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി കളഞ്ഞാൽ. ഗൈസ് ഞാൻ മണ്ണും ഫുള്ളും കളഞ്ഞിട്ടുണ്ട്. ഞാൻ മാട്രസ് എടുത്ത് വെക്കാം.
പണി കഴിഞ്ഞ്. ഭാഗ്യം ഞാൻ രക്ഷപ്പെട്ട്. അങ്ങനെ ഇനി പോലീസുകാരൻ വന്നവരെ വെയിറ്റ് ചെയ്യാം. അവനോട് ഇതൊക്കെ വിൽക്കാനുള്ളത് അവനോട് ചോദിച്ചിട്ട് ഇതൊക്കെ വെക്കണം. എന്നാലും അവൻ്റെ മണ്ടനാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെ ഈ സാധനങ്ങളൊക്കെ കിട്ടാനാണ്. പക്ഷെ അവൻ ചോദിക്കാറൊന്നുമില്ല, അതുകൊണ്ട് ഭാഗ്യം. അപ്പം നമുക്ക് ബെല്ലടിക്കാം. പോലീസുകാരൻ വന്നിട്ടുണ്ട്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ അവന് കൊണ്ടുപോയി വിൽക്കാം. അപ്പം നമുക്ക് പൈസ കിട്ടുമല്ലോ ഗൈസ്. അപ്പം നമ്മൾ വിറ്റിട്ടുണ്ട്. 34 അവൻ പറഞ്ഞേക്കണം. ഞാൻ മാക്സ് ഇട്ടാലോ എന്ന് രചിക്കാം. എന്നാലും വേണ്ട, 29 ഞാൻ വിറ്റിട്ടുണ്ട് അവനാണ്. അപ്പം അടുത്ത ടൈം അവൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എനർജി ആദ്യം തന്നെ വാങ്ങിക്കാൻ ഒരു ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. ഇനി അടുത്ത ഷവറാണ്. അതിന് 80ആണ്. എൻ്റെ പൈസ ഇല്ല, എൻ്റെ 46 ഉള്ളൂ. മറ്റേ ഡമ്പൽ വാങ്ങിച്ചില്ല ഞാൻ. അപ്പം എൻ്റെ പൈസ ഇല്ല. സെല്ലിലേക്ക് കയറിയേക്കാം. പോലീസുകാരനെ വിളിക്കണോ അതോ വരണോ? വിളിച്ചേക്കാം ഗൈസ്. പെട്ടെന്ന് സെല്ല് അടയ്ക്കുമല്ലോ. നമുക്ക് പെട്ടെന്ന് കുഴി തോണ്ടാലോ, എന്നാലല്ലേ ജയിക്കുള്ളൂ. ഇന്നത്തെ വീഡിയോയിലും കുറച്ചധികം കുഴിക്കണം, അല്ലെങ്കിൽ ഇന്നെങ്ങാനും നമ്മൾ എത്തൂല. ഇത്രയും നമ്മൾ കുഴിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ ക്യാബിനറ്റിൽ നിന്ന് നമ്മുടെ ഫാൻ എടുത്തിട്ട് കുഴി തോണ്ടിക്കും. ഗൈസ് നമുക്ക് ഹാമർ കിട്ടി. ആ ഹാമർ ഫൈനലി കിട്ടി. ആ റിച്ച് മാനെ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് പൈസ കിട്ടുമല്ലോ. അപ്പം നമുക്കത് അവിടെ വെച്ചേക്കാം, കൊടുക്കണ്ട. അതെടുത്തപ്പോഴേക്കും നമ്മൾ വേറൊരു പാൻ എടുത്തപ്പോഴേക്കും വന്ന് അതിന് കൊണ്ടുപോയി കൊടുക്കാനുള്ള ഗെയിം പറഞ്ഞവന് കൊണ്ടുപോയി കൊടുക്കാൻ. പക്ഷെ നമ്മുടെ ഈ സെല്ല് ലോക്കല്ലേ, അതുകൊണ്ട് പറ്റൂല ഗൈസ്. അപ്പം ഞാൻ വീണ്ടും കുഴിച്ചുകൊണ്ടിരിക്കണതാണ് ഗൈസ്. ഹാമർ അവിടെ എന്തായാലും ലാസ്റ്റ് എടുക്കാം. ഗൈസ് വീണ്ടും ഹാമർ. ഇത് വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലഞ്ച് ബ്രേക്കിനും ഉണ്ടോ? അടുത്ത ലഞ്ച് ബ്രേക്ക് നാളെ ഇല്ലേ? നാളെ കൊണ്ടുപോയി കൊടുക്കാം ഗൈസ് ഇനി അവന്. അപ്പം ഹാമർ അവിടെ ഇരിക്കട്ടെ, തലക്കാരൻ നമുക്ക് കുഴി തോണ്ടാം. ബാക്കി ബൂട്ട്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. നമുക്ക് ഈ സൈഡിൽ നിന്നൊക്കെ കുഴി തോണ്ടാം. വേറെ ഒന്നും കിട്ടണില്ലല്ലോ ഗൈസ്. ഈ ക്യാമറയൊക്കെ കൊണ്ട് എടുത്താലേ, ആരും വേണ്ട ഗൈസ്. നമുക്കൊരു കോമ്പസ് കിട്ടി. അവിടെ സൈഡിലായിട്ട് എന്തോ ഉണ്ടല്ലോ. ഇതൊരു കോമ്പസാ എന്തോ സാധനം ഞാൻ കണ്ട്. അതിന് മുമ്പാണെങ്കിൽ നമുക്കില്ലേ എനർജി തീർന്നു ഗൈസ്. എല്ലാം തീർന്നു. അതെടുത്ത ബ്രഷ് കിട്ടിയിട്ടുണ്ട്. ഞാനെല്ലാം കൊണ്ട് അവിടെ നിന്ന് വെക്കട്ടെ ആദ്യം. ഗൈസ് ഇപ്പോൾ ഗാർഡ് വരും. ഞാനിത് കണ്ടില്ല. ചത്ത് ഗൈസ്. ഞാൻ ചത്തട്ടാ. ഞാൻ ചത്ത്. ഗാർഡ് ഇപ്പോൾ വരും ഗൈസ്. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഗാർഡ് ഇപ്പോൾ വരും. ഇനി ഞാൻ വീണ്ടും ഡിഗ്ഗിയെന്ന് പറഞ്ഞേക്കാം. അതൊക്കെ എടുക്കാം, നമുക്ക് കൊണ്ടുപോയി വെക്കാം. പില്ലർ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഒരു ഐറ്റം കൊടുക്കാൻ പറ്റില്ല, അത് ഹാമറല്ല, അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം ഈ മാട്രസ് എടുത്ത് അങ്ങോട്ട് ഇട്ടേക്കാം. ഗൈസ് എനിക്കിതൊന്നും തികയൊന്നും തോന്നണില്ല. 16 സെക്കൻഡ്സ് കൂടി ഞാൻ അതൊക്കെ എടുത്ത് വേഗം ഒന്ന് കളയട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ഈ മണ്ണെടുത്ത് കളഞ്ഞ് മണ്ണെടുത്ത് ഫുള്ളും കളഞ്ഞ് ഗൈസ്. ഇനി പിടിക്കണ്ട. ഇപ്പം സെറ്റായി, എല്ലാം സെറ്റായി. ഞാൻ വിചാരിച്ചെന്നെ പിടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ച, പക്ഷെ എന്നെ പിടിച്ചില്ല ഭാഗ്യത്തിന്. ഇനി മാട്രസ് പോക്കിയിട്ട് നമുക്കൊരു ഹാമർ എടുക്കാനില്ല, അത് ഹാമർ എടുത്തേക്കാം. ബോസിന് കൊണ്ട് കൊടുക്കാനാണ് എല്ലാ ഹാമർ എടുക്കും പറയണം. ഇനി നമുക്ക് ഗാർഡിനെ വിളിക്കാം ഗൈസ്. ഗാർഡ് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗാർഡിനോട് ഇതൊക്കെ ട്രേഡ് ചെയ്യാം. അപ്പം ഗൈസ് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ട്. 32 പറഞ്ഞേക്കാൻ അത് മാക്സ് ഇട്ട് ഗൈസ്. ഇപ്രാവശ്യം സമ്മതിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേഡ് ചെയ്യണം. പോയി എനർജി ആദ്യം പോയി വാങ്ങിക്കാൻ ഗൈസ്. ഞാനിപ്പോൾ എനർജി വാങ്ങിച്ചിട്ടുണ്ട്. ഗൈസ് ഞാൻ എനർജി വാങ്ങിച്ചു. പിന്നെ ഷവലിന് 80 ഇപ്പോഴും, 73 ഉള്ളൂ എൻ്റെ ഐഡി. ബാക്കി പൈസ ആവട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് വാങ്ങിക്കാം ഷവല്. എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ എന്തായാലും ഷവല് വാങ്ങിച്ചത് എൻ്റെ ഉറപ്പാണ് ഗൈസ്. എനിക്ക് എന്തായാലും ഷവല് വേണം. ഈ വേറെ ഒന്നും വേണ്ട. ഇനി നമ്മൾ കുറേ ദൂരത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇനി ക്ലൈംബ് ചെയ്യാണ്ട് സമയമൊക്കെ എടുക്കൂല. അതുകൊണ്ടാണ് നമുക്ക് ആ ഷൂ നമുക്ക് കുറേ ദൂരത്തേക്ക് കുഴിച്ചൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഷൂ ഒക്കെ വാങ്ങിക്കാം. ബാഗ് വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പം വേണ്ട. ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇനി എന്തായാലും പൈസ ആവട്ടെ ഗൈസ്. എനിക്കെന്തായാലും ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ഉറപ്പിച്ച് വെച്ചേക്കണേ, ആ പാൻ എനിക്ക് എന്തായാലും വേണം. ആ പാൻ എനിക്കുള്ളതാണ്. പാനല്ല, പാൻ്റെ കയ്യിലുണ്ട്. ഷവലാണ്. എല്ലാം വിട്ടുപോണ്. ഈ പാനല്ല നമ്മുടെ കയ്യിലിരിക്കണം. നമുക്ക് ഷവൽ എന്തായാലും ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ വാങ്ങിച്ചിരിക്കും. ഞാൻ വീഡിയോൻ്റെ അവസാനം ഷവൽ വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ ഗൈസ്. ഞാൻ പറയണത് ഗൈസ്.
ഗൈസ് നമുക്കിവിടെ കോമ്പസ് ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ബാഗ് നിറഞ്ഞത് അറിയണം കൂടി ഇല്ല. ആ ബാഗ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് +5 സ്ലോട്ട്സും കൂടി കിട്ടും. അത് നല്ലതാണ്. വീണ്ടും നമുക്ക് ഈ ഹാമർ കിട്ടിയിട്ടുണ്ട്. ഹാമർ വെക്കാനും പറ്റുന്നില്ല, ബോസിന് കൊണ്ടേ കൊടുത്താലേ വെക്കാൻ പറ്റുള്ളൂ. കുറേ ഹാമർ കിട്ടിയിട്ടുണ്ട്. ഇപ്പം പ്ലെയർ കൊണ്ടേ വെച്ചിട്ടുണ്ട് ഞാൻ. പ്ലെയറൊക്കെ കിട്ടി. ഇനി ഒരൊറ്റ ഐറ്റം കൂടി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബൂട്ടും കിട്ടി. എന്നാലും ഞാൻ വെറുതെ കുഴിക്കാനാണ് ഗൈസ്. എന്തായാലും എനർജി ഫുള്ളും തീരട്ടെ. 1 മിനിറ്റ് ആറായി. നമുക്കിത് വിൽക്കേണ്ടി വരെ. ഞാൻ വിറ്റില്ലല്ലോ ഇത്. ഗൈസ് എന്തായാലും എനർജി ഇരുന്നാലും കൊടുക്കാം. ഗൈസ് ഇതെന്താ രാത്രിയായി. അപ്പോൾ ലൈറ്റ്സൊക്കെ ഔട്ടായി നമ്മളിവിടെ നിന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ വേഗം തന്നെ നമുക്കിതൊക്കെ വിരിച്ചിടാം. ഇതൊക്കെ കൊണ്ടേ കളയട്ടെ ഗൈസ്. അതെ, മണ്ണ് കൊണ്ടേ കളഞ്ഞില്ലെങ്കിൽ ആ ഗാർഡ് വന്നിട്ട് എന്നെ ഇട്ട് പന്നിക്കിടും. ഇനി ആ പാൻ കൊണ്ടേ വെക്കാം. ആ പാനും കൊണ്ടുവച്ച് ഇനി നമ്മളോട് കിടന്ന് ഉറങ്ങാനാ പറഞ്ഞേക്കണം. എന്നാലും നമുക്കാണെങ്കിലില്ലേ ഇത് നമുക്ക് ട്രേഡ് ചെയ്യാം. എന്താ ഈ ഡേ അവസാനിച്ച് നമുക്കിനി ട്രേഡ് ചെയ്യാൻ പറ്റൂല എന്ന് ഗൈസ്. നമുക്ക് കിടന്ന് ഉറങ്ങാണ്ടല്ലാണ്ട് വേറെ ഒരു വഴിയില്ല ഗൈസ്. പിന്നെ എൻ്റെ ചാർജ് തീരാറായി. അത് നിങ്ങൾ അറിഞ്ഞാ? കുറേ നേരം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് നമുക്ക് എന്തോ ലെറ്റർ എഴുതിയിട്ട് തന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞേക്ക ഒരു സബ്വേ ഉണ്ട്. ആ സബ്വേ ആണെങ്കിലില്ലേ ഫുഡ് കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ. ഒരു സബ്വേ ഉണ്ട്. ആ സബ്വേ ആണെങ്കിൽ നമ്മൾ കുഴിച്ച് വരുമ്പോൾ നമുക്ക് ആ സബ്വേയിൽ കിട്ടും. അത് ഒഴിഞ്ഞിടക്കണേണ്. അതുകൊണ്ട് നമുക്ക് ആ സബ്വേയിൽ കയറാമെന്ന് പറഞ്ഞേക്കണേണ്. ആ സബ്വേ വഴി നമുക്ക് എക്സ്കേപ്പ് ആവാമെന്നാണ് നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറഞ്ഞേക്കണത്. അതിന് നമ്മൾ കുറേ കുഴിച്ചെത്തണമെന്നാണ് നമ്മളെ ഫ്രണ്ട് പറഞ്ഞേക്കണം. അപ്പോൾ അതത്ര എത്തട്ടെ കേസ്. എന്നാലും കുറേ സമയം പിടിക്കും. എന്തായാലും ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവൻ്റെ അടുത്ത് വിൽക്കാം. അത്യാവശ്യം പൈസ കിട്ടും കേസ്. 40 ഞാൻ 40 ഫുള്ള് ഇട്ട് കേസ്. കിട്ടി കേസ്. ഇനി നമ്മൾ ഷവല് വാങ്ങിക്കും കേസ്. നിങ്ങൾ നോക്കിക്കോ, ഷവല് ഞാൻ വാങ്ങിച്ചിരിക്കും. കേസ് ഞാൻ അങ്ങനെ ഷവലും വാങ്ങിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഷവല് വാങ്ങിച്ചു. നിങ്ങളോട് പറഞ്ഞ കടമ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പോണേ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിക്കുമ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.